ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ പ്രധാന വിമർശനങ്ങൾ ഏതെല്ലാം? എക്സാമിന് 2 മാർക്കിന് 3 മാർക്കിനൊക്കെ ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണിത്. ഇന്ത്യൻ ഭരണഘടന ബൃഹത്തായ ഒരു പ്രമാണമാണ്. ഒരു വലിയ പ്രമാണമാണ് ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നില്ല. അന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ആയിരുന്നില്ല. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും സമൂഹത്തിലെ ഉന്നത വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു. അന്നത്തെ കാലത്ത് ഭരണഘടന തയ്യാറാക്കിയപ്പം അന്ന് സമൂഹത്തിൽ സമ്പന്നരും അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർന്ന ആൾക്കാരായിരുന്നു ഭരണഘടനയിൽ ഉണ്ടായിരുന്ന ആളുകളിലധികവും. ഇന്ത്യൻ ഭരണഘടന പാശ്ചാത്യ ഭരണഘടനയുടെ മാതൃകയിലുള്ളത്. ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതല്ല. കൂടുതൽ നമ്മൾ വിദേശത്ത് നിന്ന് കടം കൊണ്ട ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണിത്. എന്താണ് രാഷ്ട്രീയ സിദ്ധാന്തം? രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ നാം എന്താണ് പഠിക്കുന്നത്? ഭരണഘടന, ഗവൺമെൻറ്, സാമൂഹിക ജീവിതം എന്നിവയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആശയങ്ങളുടെയും തത്വങ്ങളുടെയും ശാസ്ത്രീയ വിശകലനമാണ് രാഷ്ട്രീയ സിദ്ധാന്തം. സ്വാതന്ത്ര്യം, സമത്വം, നീതി, മതേതരത്വം, ജനാധിപത്യം എന്നീ രാഷ്ട്രീയ മൂല്യങ്ങളുടെ അർത്ഥവും പ്രാധാന്യവും ഇത് വിശദീകരിക്കുന്നു. ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ള അവകാശങ്ങൾക്ക് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായി പുതിയ വ്യാഖ്യാനങ്ങളും അർത്ഥതലങ്ങളും കണ്ടെത്തുന്നു. ലോകത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് സ്വാതന്ത്ര്യത്തിൽ നിന്ന് പുതിയ മാനങ്ങൾ കൈവന്നു. വിവരസാങ്കേതിക വിദ്യയുടെ അത്ഭുതപൂർവമായ വളർച്ചയുടെ ഫലമായി വ്യക്തി സുരക്ഷയ്ക്കും സ്വകാര്യതയുടെ സംരക്ഷണ നിയന്ത്രണങ്ങൾ ആവശ്യമായി വന്നു. ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അവകാശം ആർക്കാണ്? എത്രമാത്രം നിയന്ത്രണങ്ങളും എന്നീ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ രാഷ്ട്രീയ സിദ്ധാന്തം നമ്മളെ സഹായിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയ സിദ്ധാന്തം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഭരണഘടന, ഗവൺമെൻറ്, സാമൂഹിക ജീവിതം എന്നുമായി രൂപപ്പെട്ട എല്ലാ ആശയങ്ങളുടെയും തത്വങ്ങളുടെയും ശാസ്ത്രീയ വിശകലനമാണ് രാഷ്ട്രീയ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ. സമത്വത്തിൻ്റെ 3 തലങ്ങൾ ചുരുക്കി ഒരുക്കുക. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. സമത്വത്തെക്കുറിച്ച് 4 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദ്യം വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല വിശദീകരിച്ച് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ മനുഷ്യരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യമായ ആദരവും പരിഗണനയും അവസരങ്ങൾ ലഭിക്കണമെന്നുള്ള ആശയത്തെയാണ് സമത്വം എന്ന് പറയുന്നത്. ജാതി, മതം, വർഗം, സമ്പത്ത്, ദേശം എന്നിവയുടെ പേരിൽ വിവേചനം ഉണ്ടാകാൻ പാടില്ല. സമത്വത്തിൻ്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് താഴെ വിവരിക്കുന്നു. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജാതിപരമായിട്ടോ മതപരമായിട്ടോ അല്ലെങ്കിൽ എന്താണ് യാതൊരു വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ഭരണഘടന ഉറപ്പ് കൊടുക്കുന്നുണ്ട്. രാഷ്ട്രീയ സമത്വം പ്രധാനമായിട്ട് 3 ഉണ്ട്. ഒന്ന് രാഷ്ട്രീയ സമത്വം, മറ്റൊന്ന് സാമൂഹ്യ സമത്വം, 3 സാമ്പത്തിക സമത്വം. രാഷ്ട്രീയ സമത്വം സ്വയം വികാസത്തിനും രാഷ്ട്രീയ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനും പൗരന്മാരെ പ്രാപ്തരാക്കുന്നതിന് അനിവാര്യമാണെന്ന് കരുതപ്പെടുന്നവയാണ് രാഷ്ട്രീയ അവകാശങ്ങൾ. വോട്ട് ചെയ്യാനുള്ള അവകാശം, ആവിഷ്കാര സ്വാതന്ത്ര്യം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള അവകാശം, പൊതുപദവികൾ വഹിക്കുന്നതിനുള്ള അവകാശം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സാമൂഹ്യ സമത്വം സമൂഹത്തിൽ എല്ലാവർക്കും തുല്യ പദവി ലഭിക്കുന്ന അവസ്ഥയാണ് സാമൂഹ്യ സമത്വം എന്ന് പറയുന്നത്. അവസര സമത്വമാണ് സാമൂഹ്യ സമത്വത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകം. ജാതി, മതം, വർഗം, നിറം, സ്വത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആർക്കും പ്രത്യേക പരിഗണന ലഭിക്കുന്നില്ല. സാമ്പത്തിക സമത്വം സാമ്പത്തിക വിഭവങ്ങൾ ചുരുക്കം ചിലർ കേന്ദ്രീകരിക്കപ്പെടരുത് എന്നതാണ് സാമ്പത്തിക സമത്വത്തിൻ്റെ ചുരുക്കം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തുല്യ ജോലിക്ക് തുല്യ വേതനം, വിശ്രമിക്കാനുള്ള അവകാശം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, അർഹമായ കൂലി കിട്ടാനുള്ള അവകാശം എന്നിവയെല്ലാം സാമ്പത്തിക സമത്വത്തിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ സമത്വം എന്താണെന്നും സമത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇത് ചിലപ്പോൾ ചേരുംപടി ചേർക്കാൻ വേണ്ടിയൊക്കെ വരാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് കുറച്ച് പോയിന്റുകൾ തന്നിട്ട് അതിൽ രാഷ്ട്രീയ സമത്വം ഏതാണ്, സാമൂഹിക സമത്വം ഏതാണ്, സാമ്പത്തിക സമത്വം ഏതാണെന്നൊക്കെ എഴുതാൻ വേണ്ടി പറയാറുണ്ട്. നീതിയുടെ 3 തത്വങ്ങൾ വിവരിക്കുക. നീതിയുടെ പ്രധാനമായിട്ടുള്ള 3 തത്വങ്ങളാണ് തുല്യരോട് തുല്യ പരിഗണന, ആനുപാതിക നീതി, പ്രത്യേക ആവശ്യങ്ങൾക്ക് അംഗീകരിക്കൽ. ഒന്നാമത് തുല്യരോട് തുല്യ പരിഗണന. നിലയിൽ എല്ലാവരും തുല്യ അവകാശമുള്ളവരും തുല്യ പരിഗണന അർഹിക്കുന്നു. ആയതിനാൽ പൗരാവകാശങ്ങൾ, രാഷ്ട്രീയ അവകാശങ്ങൾ, അവസര സമത്വം, സാമൂഹിക അവകാശങ്ങൾ എന്നിവയെല്ലാം എല്ലാവർക്കും തുല്യമായി അനുവദിക്കണം. അതുപോലെ ജനങ്ങളെ വിലയിരുത്തേണ്ടത് അവരുടെ തൊഴിലിൻ്റെയും പ്രവൃത്തികളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം. ജാതി, മത, വർഗ, ലിംഗ വ്യത്യാസങ്ങളുടെ പേരിലായിരിക്കരുതെന്നുമാണ്. അതായത് ഒരേ ജോലി ചെയ്യുന്ന 2 പേർക്കും ജാതി, മത, വർഗ, ലിംഗ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ഒരേ പ്രതിഫലം നൽകണം. 2. ആനുപാതിക നീതി. തുല്യ ജോലിക്ക് തുല്യ പ്രതിഫലം എന്നതുപോലെ വ്യത്യസ്ത ജോലികൾക്ക് വ്യത്യസ്ത പ്രതിഫലം നൽകുന്നതാണ് ന്യായവും നീതിയുക്തവും. ഓരോരുത്തർക്കും അവരവരുടെ പ്രയത്നത്തിൻ്റെ അളവും മേന്മയും അടിസ്ഥാനപ്പെടുത്തി അതിന് ആനുപാതികമായ പ്രതിഫലം നൽകണം. സമൂഹം നീതിനിഷ്ഠമാകണമെങ്കിൽ തുല്യ പരിഗണന എന്ന തത്വവും ആനുപാതിക നീതി എന്ന തത്വവും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ. തുല്യരായി പരിഗണിക്കുമ്പോൾ വൈകല്യങ്ങളോ അവശതകളോ ഉള്ള ആളുകളെ പ്രത്യേകമായി പരിഗണിക്കും. സമൂഹത്തിൽ മുന്നോക്കം നിൽക്കുന്നവരെയും പിന്നോക്കം നിൽക്കുന്നവരെയും
തുല്യരായി പരിഗണിച്ചാൽ സമൂഹത്തിൽ അസമത്വം നിലനിൽക്കും. പ്രത്യേക പ്രതിഫലങ്ങൾ അഥവാ ചുമതലകൾ വിതരണം ചെയ്യുമ്പോൾ പ്രത്യേക ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതാണ്. ഇന്ത്യയിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് നൽകുന്ന സംവരണം പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കലിന് ഉദാഹരണമാണ്. അപ്പോൾ നീതിയുടെ 3 തത്വങ്ങൾ നമ്മൾ പറഞ്ഞു: തുല്യരോട് തുല്യ പരിഗണന, ആനുപാതിക നീതി, പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ. ഘടനാപരമായി ഹിംസയുടെ വ്യത്യസ്ത രൂപങ്ങൾ ഏതെല്ലാം? വിവരിക്കുക. ഘടനാപരമായി ഹിംസ എന്നാൽ എന്ത്? ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങൾ ഏതെല്ലാം? സാമൂഹിക ഘടനയിൽ വിവിധതരം അസമത്വങ്ങളും ചൂഷണങ്ങളും നിലനിൽക്കുന്നു. സാമൂഹിക ഘടനയിലോ സമൂഹ സ്ഥാപനങ്ങളിലോ ഇത്തരം വിവേചനവും അസമത്വവും നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഘടനാപരമായ ഹിംസ എന്ന് പറയുന്നു. ഘടനാപര ഹിംസയുടെ കാരണങ്ങൾ താഴെ വിവരിക്കുന്നു: ജാതി വ്യവസ്ഥ, പുരുഷാധിപത്യം, വർഗവ്യത്യാസം, 5 വംശീയത, 6 വർഗീയത. എന്താണ് ജാതി വ്യവസ്ഥയിൽ? ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ ചില ജാതികൾ താഴ്ന്ന ജാതികളായി പരിഗണിക്കപ്പെടുകയും പലവിധ സാമൂഹിക പീഡനങ്ങളും അവർക്ക് ഇരകളാക്കപ്പെടുകയും ചെയ്യുന്നു. സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്നും ഇവർ മാറ്റി നിർത്തപ്പെടുന്നു. പുരുഷാധിപത്യം, സ്ത്രീകളോട് വിവേചനം കാണിക്കുന്ന സാമൂഹിക വ്യവസ്ഥയാണ് പാട്രിയാർക്കി. ഇത്തരം സമൂഹങ്ങളിൽ സ്ത്രീകൾ നിരവധി വിവേചനങ്ങൾക്ക് ഇരയാവുന്നു. പെൺഭ്രൂണ ഹത്യ, പെൺകുട്ടികൾ വിദ്യാഭ്യാസം നിഷേധിക്കൽ, ബാല്യവിവാഹം, സ്ത്രീധന പീഡനം, ലൈംഗിക പീഡനം, പെൺകുട്ടികൾ പോഷകാഹാരം നിഷേധിക്കൽ എന്നിവയെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. വർഗവ്യത്യാസം, വികസിത രാഷ്ട്രങ്ങളിൽ തൊഴിലാളികൾ കടുത്ത ചൂഷണത്തിനും പീഡനത്തിനും ഇരയാകുന്നു. വേതനക്കുറവും മോശമായ തൊഴിൽ സാഹചര്യങ്ങളും തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നു. കോളനിവൽക്കരണം, കൊളോണിയൽ ശക്തികൾ മറ്റു രാജ്യങ്ങളിലെ ഭൂപ്രദേശങ്ങൾ കൈവശപ്പെടുത്തുകയും തദ്ദേശീയ ജനതയെ വിവിധ തരത്തിൽ ചൂഷണത്തിന് വിധേയരാക്കുകയും ചെയ്യുന്നു. വംശീയത, വംശീയ ആക്രമണങ്ങളും വംശീയ വിവേചനവും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നു. അമേരിക്കയിലെ നീഗ്രോ അടിമത്തവും ജർമ്മനിലെ ജൂത കൂട്ടക്കൊലയും ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനവും ഇതിനുദാഹരണങ്ങളാണ്. വർഗീയത, ഒരു സമുദായം മറ്റൊരു സമുദായത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് വർഗീയതയ്ക്ക് കാരണമാകുന്നത്. മിക്ക രാജ്യങ്ങളിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ വിവിധതരം വിവേചനങ്ങൾക്കും ഹിംസയ്ക്കും ഇരയാകാറുണ്ട്. ഭരണഘടനയുടെ ഏതെങ്കിലും 3 കർത്തവ്യങ്ങൾ വിവരിക്കുക. ഭരണഘടനയെക്കുറിച്ചും ഭരണഘടനയുടെ കർത്തവ്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭരണഘടനയ്ക്ക് വിവിധ തരത്തിലുള്ള കർത്തവ്യങ്ങളുണ്ട്. 1. വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ സഹകരണവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നു. 2. നിയമം നിർമ്മിക്കേണ്ടതാരാണെന്നും തീരുമാനമെടുക്കേണ്ടതാരാണെന്നും ഭരണഘടന നിർദ്ദേശിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. ഭരണഘടന ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രതിഫലിക്കുന്നു. ഏകദേശം 5 നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ചോദ്യം വരികയാണെങ്കിൽ ഓരോന്നും എഴുതേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റിന് ഏതെങ്കിലും 3 വിവേചന അധികാരങ്ങൾ എഴുതുക. ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റിന് അധികാരങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്. മന്ത്രിസഭ നൽകുന്ന ഉപദേശം പുനഃപരിശോധിക്കുന്നതിനും തിരിച്ചയക്കുന്നതിനുള്ള അധികാരമുണ്ട്. പാർലമെന്റ് പാസാക്കുന്ന ധനകാര്യ ബില്ലുകൾ ഒഴികെയുള്ള എല്ലാ ബില്ലുകളും തടഞ്ഞു വയ്ക്കുകയോ അനുമതി നിഷേധിക്കുകയോ ചെയ്യാൻ രാഷ്ട്രപതിക്ക് സാധിക്കും. പാർലമെന്റിൽ ഒരു കക്ഷികൾക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ നിയമിക്കേണ്ടത് രാഷ്ട്രപതിയാണ്. ഇവയാണ് രാഷ്ട്രപതിയുടെ പ്രധാനമായിട്ടുള്ള 3 വിവേചന അധികാരങ്ങൾ. ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളും ചോദിക്കാറുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ 2 സഭകളുടെ ആവശ്യം എന്താണ്? വിവരിക്കുക. പാർലമെന്റിൽ പ്രധാനമായിട്ട് 2 സഭകളുണ്ട്: രാജ്യസഭയും ലോകസഭയും. രാജ്യസഭ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഇതൊരു സ്ഥിര സഭയാണ്. രാജ്യസഭയുടെ അധികാരങ്ങൾ താഴെ പറയുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈ എടുക്കുന്നത് രാജ്യസഭയാണ്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ ബാധിക്കുന്ന ഏതൊരു കാര്യത്തിലും രാജ്യസഭയുടെ അനുമതി ആവശ്യമാണ്. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് പാർലമെന്റ് ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയ്ക്കാണ്. പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്ന ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുക. ലോകസഭയുടെ അധികാരങ്ങളെക്കുറിച്ച്. ലോകസഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കും. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. എന്നാൽ രാജ്യസഭ സ്ഥിരം സഭയാണെന്ന് പറഞ്ഞാലും അംഗങ്ങൾ 6 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി ഉള്ളത്. 25 വയസ്സാണ് ലോകസഭയിലേക്ക് മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായപരിധി. ലോകസഭയുടെ അധികാരമില്ലാതെ നികുതി ചുമത്താൻ പാടില്ല. കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കുന്ന ബജറ്റ് പാസ്സാക്കുന്നത് ലോകസഭയാണ്. ധനബില്ലുകൾ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. മന്ത്രിസഭയ്ക്ക് ലോകസഭയാണ് ഉത്തരവാദിത്തമുള്ളത്. മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ലോകസഭയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. ഇന്ത്യൻ മതേതരത്വവും പാശ്ചാത്യ മതേതരത്വവും തമ്മിലുള്ള ഏതെങ്കിലും 3 വ്യത്യാസങ്ങൾ എഴുതുക അല്ലെങ്കിൽ കണ്ടെത്തുക. പാശ്ചാത്യ മതേതരത്വത്തിൽ രാഷ്ട്രവും മതവും പരസ്പരം ഇടപെടാതെ കർശനമായ അകലം പാലിക്കുന്നു. അതായത് രാഷ്ട്രം മതകാര്യങ്ങളിലോ മതം രാഷ്ട്രീയ കാര്യങ്ങളിലോ ഇടപെടുന്നില്ല.
നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നിടത്തോളം മത സമുദായങ്ങളുടെ പ്രവർത്തനത്തെ രാഷ്ട്രം തടസ്സപ്പെടുത്തുന്നില്ല. ഇവിടെ വ്യക്തികൾക്കും വ്യക്തികളുടെ അവകാശങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. സാമുദായിക അടിസ്ഥാനത്തിലുള്ള അവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല. മാത്രമല്ല, മതപരിഷ്കരണത്തെ രാഷ്ട്രം പിന്തുണയ്ക്കുകയോ മതസ്ഥാപനങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് സഹായം നൽകുകയോ ചെയ്യുന്നില്ല. ഇന്ത്യൻ മതേതരത്വത്തിൽ രാഷ്ട്രം മതകാര്യങ്ങളിൽ തത്വാധിഷ്ഠിതമായ ഇടപെടൽ നടത്തുന്നു. വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം മതസമുദായങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായ സംസ്കാരം നിലനിർത്തുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാനുമുള്ള അവകാശമുണ്ട്. മാത്രമല്ല, രാഷ്ട്രം മതപരിഷ്കരണത്തെ പിന്തുണയ്ക്കുന്നു. ഐക്യ നിർമ്മാർജ്ജനവും ശൈശവവിവാഹവും നിരോധനവും ഇതിന് ഉദാഹരണങ്ങളാണ്. വികസനത്തിന്റെ സാമൂഹിക ചെലവിനെ കുറിച്ച് ചർച്ച ചെയ്യുക. വികസനം മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് സാമൂഹിക ചെലവ്. വൻകിട വ്യവസായശാലകൾ, ഡാമുകൾ, ദേശീയപാതകൾ എന്നിവയുടെ നിർമ്മാണം നിരവധി സാമൂഹിക പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കുന്നു. വികസനത്തിന്റെ ഫലമായി ജനങ്ങളെ കുടിവെപ്പിക്കേണ്ടി വരുന്നു. കുടിവെപ്പിക്കപ്പെട്ട ജനതയുടെ പരമ്പരാഗത തൊഴിൽ വൈദഗ്ധ്യങ്ങൾ നഷ്ടപ്പെടുന്നു. കുടിവെപ്പിക്കപ്പെട്ട ജനങ്ങൾ ചേരി പ്രദേശങ്ങളിൽ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. കുടിവെപ്പിക്കപ്പെട്ട പ്രദേശത്തെ ജനങ്ങളുടെ സംസ്കാരം ഇല്ലാതാകുന്നു. ഇതാണ് വികസനത്തിന്റെ സാമൂഹിക ചെലവിനെ കുറിച്ച് പറഞ്ഞുള്ളത്. അപ്പോൾ വികസനം വരുമ്പോൾ അത് ജനങ്ങളെ വളരെ സാമൂഹികപരമായിട്ട് ബാധിക്കാറുണ്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയെ 3 വ്യത്യസ്ത രീതികളിൽ ഭേദഗതി ചെയ്യാൻ കഴിയും. ഈ മാർഗങ്ങൾ ഏതെല്ലാമാണെന്ന് എഴുതുക. 1. പാർലമെന്റിലെ കേവല ഭൂരിപക്ഷത്തിലുള്ള ഭരണഘടനാ ഭേദഗതി. 2. പാർലമെന്റ് പ്രത്യേക ഭൂരിപക്ഷത്തിലുള്ള ഭരണഘടനാ ഭേദഗതി. 3. പാർലമെന്റ് പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും. ഒന്നാമത്തത് പാർലമെന്റിലെ കേവല ഭൂരിപക്ഷത്തിലുള്ള ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയിലെ ചില വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് പാർലമെന്റ് ഇരുസഭകളുടെയും കേവല ഭൂരിപക്ഷം ആവശ്യമുണ്ട്. സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷം. പാർലമെന്റ് പ്രത്യേക ഭൂരിപക്ഷത്തിലുള്ള ഭരണഘടനാ ഭേദഗതി. ചില വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെന്റിലെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രത്യേക ഭൂരിപക്ഷം എന്നാൽ 2 വ്യത്യസ്ത തരത്തിലുള്ള ഭൂരിപക്ഷമാണ്. ഒന്നാമതായി, സഭയുടെ മൊത്തം അംഗബലത്തിൽ ചുരുങ്ങിയത് പകുതി പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തിരിക്കണം. രണ്ടാമതായി, പാർലമെന്റിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ മുന്നിൽ 2 വിഭാഗത്തിന് പിന്തുണയും ആവശ്യമാണ്. 3. പാർലമെന്റ് പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും. ചില വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് പാർലമെന്റ് പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ആവശ്യമാണ്. ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ 2 ഗുണങ്ങളും 2 ദോഷങ്ങളും എഴുതുക. എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം? പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലും തപാലിലൂടെ തങ്ങൾക്ക് ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലും നീതിന്യായ വിഭാഗം കേസുകൾ പരിഗണിക്കാൻ ആരംഭിച്ചു. ഇതിനെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. പൊതു താൽപര്യ ഹർജികൾ ജുഡീഷ്യൽ ആക്ടിവിസത്തിനുള്ള പ്രധാന ഉപാധിയാണ്. അതിന് ഗുണങ്ങൾ: നീതിന്യായ വ്യവസ്ഥ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു. സാമൂഹിക പ്രശ്നങ്ങളിൽ കോടതികൾ ജാഗ്രത പുലർത്തുന്നതിന് സഹായകമായി. ദോഷങ്ങൾ: കോടതിയുടെ ജോലിഭാരം വർദ്ധിച്ചു. ഗവൺമെന്റ് വ്യത്യസ്ത ഘടകങ്ങൾക്കിടയിലുള്ള അതിർവരമ്പുകൾ മായ്ച്ചു. ഇന്ത്യൻ പൗരത്വം ആർജിക്കുന്നതിനുള്ള ഏതെങ്കിലും 4 മാർഗങ്ങൾ പരാമർശിക്കുക. ഇന്ത്യ ഏക പൗരത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് ആവശ്യമായുള്ള മാർഗങ്ങൾ. 1955 പൗരത്വത്തെ സംബന്ധിച്ച് സമഗ്ര നിയമം പാസ്സാക്കുന്നത്. ഈ നിയമം പൗരത്വം ആർജിക്കുന്നതിനുള്ള 5 മാർഗങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു. ജന്മസിദ്ധമായ പൗരത്വം, ജനനത്തിൽ കിട്ടുന്നത്. പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം, ചിരകാലാധിവാസം മുഖേനയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം എന്നിവയാണ് പ്രധാനമായിട്ടുള്ള 5 പൗരത്വം നേടുന്നതിനുള്ള മാർഗങ്ങൾ. ചേരുംപടി ചേർക്കുക. ഇവിടെ 2 എയും ബിയും 2 കോളം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചേരുംപടി ചേർക്കാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. കോടതിയുടെ പുനരധിലോകന അധികാരം, നിയമനിർമ്മാണ പ്രക്രിയ, നിർദ്ദേശക തത്വങ്ങൾ, അർദ്ധ ഫെഡറൽ ഭരണരീതി. ബിയിൽ അയർലൻഡ്, കാനഡ, UK, USA. ഇതിന് ആൻസറുകൾ സ്വന്തമായിട്ട് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി അറിയാത്തവരുണ്ട് എന്ത് ചെയ്താൽ മതി? ഇതിൽ ലാസ്റ്റ് നോക്കിയാൽ മതി. ഇവിടെ രാജ്യങ്ങളും ഓരോ രാജ്യത്ത് നിന്ന് ഇന്ത്യ കടമെടുത്ത ആശയങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി പോവുക. ഇതിൽ നിന്നൊരു ചോദ്യം എന്തായാലും എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.